എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂർ മൃഗശാലയിലേക്കാണ്. പോകുന്ന വഴിയിൽ നമുക്ക് രാമനെയും ദേവദാസിനെയും കണ്ടങ്ങ് യാത്ര തുടരാം. രാമനെ കാണാൻ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയ ടൈമിൽ. അങ്ങനെ അവരെയും കണ്ട് ദാസപ്പനും ഇവിടെ തീറ്റയിലാണ്. ദാസപ്പന് മരുന്ന് കൂട്ടൊക്കെ കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് ക്ഷീണമായിട്ടിരിക്കുക. ഞാൻ പോകുന്ന യാത്ര സൈക്കിളിലാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ സൂവിലെത്തി. 20 രൂപ ഫീസും കൊടുത്ത് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഇവിടേക്കാണ്. ഈ സൂ സ്ഥാപിതമായത് 1885-ലാണ്. 13.5 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിവിധതരം പക്ഷികളും പാമ്പുകളും ഉരകങ്ങളും ഇവിടെയുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്ററോളം അകലെയാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ 6:30 പ്രവൃത്തി സമയം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും കിളികളുടേതാണ്. തത്ത, കൊക്ക്, പരുന്തുകൾ, മൂങ്ങ അങ്ങനെ വരുന്നു. ഇവിടെ ഒരു കിളി അടയിരിക്കുന്നുണ്ട്. പിന്നെയുള്ളത് കൃഷ്ണപ്പരുന്താണ്. ഇവർ കൊത്തുകൂടിയിട്ട് ഒരു പരുന്ത് ഇതാ അടിയിലുണ്ട്. ചിറകിൻ്റെ തൂവലൊക്കെ ആകെ പോയി അതിൻ്റെ. ഇതാണ് മൂങ്ങ. 1ഉം 2ഉമല്ല, കുറേ എണ്ണമുണ്ട് ഇവിടെ. ഒരാളെ കണ്ടാൽ തന്നെ ഒന്ന് പേടിക്കും. ഇതാ ഇവിടെ 2 മുള്ളൻപന്നികളുണ്ട്. കണ്ടില്ലേ അവരുടെ കൂർത്ത മുള്ളുകൾ. ഒട്ടകപ്പക്ഷി ഇതാ കൂടിൻ്റെ പൂട്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റേ ആളിതാ വെള്ളം കുടിക്കാൻ പോയി. നല്ല വലിപ്പമുള്ള 2 ഒട്ടകപ്പക്ഷി. ഇവിടെ കുറച്ച് മാനുകളുണ്ട്. കാട്ടിലൊക്കെ ഓടിച്ചാടി നടക്കേണ്ടതാണ്. ഇവിടെ നോക്കിയാൽ
ഇനി നമ്മൾ പോകുന്ന സ്റ്റെപ്പ് കയറിയിട്ട് മ്ലാവും ഹിപ്പോപ്പൊട്ടാമസാണ് അവിടെ ഉള്ളത്. കുറേയേറെ മ്ലാവുകളുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സാധനങ്ങൾ തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ ഇവർ കൊമ്പ് കോർക്കണത് കാണാറുണ്ട്. ഇവർ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു കുഴി പോലെ കുഴിച്ചിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്. ഇതവിടെ കൊമ്പ് കോർക്കുന്നുണ്ട്. ഇതാ തമിഴ്നാട്ടിലെ കുട്ടികളാണ്. ഒരുപാടുണ്ട്. ഒരു 150 പിള്ളേരെ അടുത്തായിട്ടുണ്ടായിരുന്നു. ഇവരൊരു ബുക്കും കയ്യിൽ പിടിച്ച് അവരുടെ മൃഗങ്ങളുടെ പേരും അവരെത്ര കാലം ജീവിക്കുന്നൊക്കെ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സന്ദർശിക്കാൻ വന്നതാണ്. ഇതവർക്ക് വേണ്ടിയ തീറ്റകളാണ് ഈ വണ്ടിയിൽ. ഈ 2 കല്ല് പോലെ നിൽക്കുന്നത് ഹിപ്പോപ്പൊട്ടാമസാണ്. കൂടുതൽ നേരം വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ. വല്ലപ്പോഴേ പൊന്തിയ അപ്പം തന്നെ അടിക്ക് പോവുകയും ചെയ്യും. ഈ മരമാണ് നാഗലിംഗ മരം എന്നറിയപ്പെടുന്നത്. അതിനെപ്പറ്റി ഒരു ചേട്ടൻ പറഞ്ഞു തന്നു എനിക്ക്. ഇതിൽ പണ്ട് ഞാൻ ചീങ്കണ്ണിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ നോക്കി, പക്ഷെ കാണാനില്ല. ഇതവിടെ കുറേ പുള്ളിമാനുകളുണ്ട്. എല്ലാവരും വിശ്രമത്തിലാണ്.
ഇത് ഇവർക്കുള്ള ഫുഡാണ്. ഇരിക്കണം മോനെ ആശാൻ ടൈഗർ. ഇവിടെ മൊത്തത്തിൽ 4 ടൈഗറാണുള്ളത്. ആശാൻ നമ്മളെ കണ്ടപ്പോൾ നേരെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് 2 റൗണ്ട് അടിച്ചു. ഇനി കയറി 2 റൗണ്ട് അടിക്കും. എന്താ പറയുക സൈസ്. ഇരിക്കണം നോക്കിയൊരു മുതൽ. എന്താ ഒരു പ്രൗഢി. ഇവനാണ് കൂട്ടത്തിലെ ഏറ്റവും സൈസുള്ള ആൾ. ആ ഇരിപ്പിൽ തന്നെ ഉണ്ട് ഒരു രാജകീയ പ്രൗഢി. അടുത്ത ആൾ. സിംഹം വളരെ അവശനാണ്. പുള്ളിപ്പുലി മൊത്തത്തിൽ എല്ലാവർക്കും ഒരു വയ്യാത്ത പോലെയാണ്. കൂട്ടിൽ മാത്രം ഇങ്ങനെ കിടന്ന് കാട്ടിലാണെങ്കിൽ ഓടിക്കളിക്കേണ്ട സാധനങ്ങളാണ്. ഇവിടെ ഇതാ കൂട് വൃത്തിയാക്കുകയാണ്. എൻ്റെ ആൾ ഇവിടെ കിടന്ന് ചൊറിയ. കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ കിടപ്പ് നോക്കി. ഒന്ന് തല വെക്കാൻ പോലും മൂപ്പരാൾക്ക് വയ്യ. കടുവയ്ക്ക് ഫുഡ് വന്നു. അപ്പോൾ മൂപ്പരാൾ അതിൻ്റെ മഴ പെയ്തപ്പോൾ ഞാനൊന്ന് കയറി വന്നു. ചേച്ചിമാർ അവിടെ ഭയങ്കര പണിത്തിരക്കിലാണ്. തലയിലൊരു കുടയൊക്കെ ചൂടിയിട്ടാണ് പണിയെടുക്കുന്നത്. എന്താ അവൻ്റെ ടിപ്പ്. വയനാട്ടിൽ ഇറങ്ങി ആരെയോ കൊന്ന കടുവയത്. അതിനെ പിടിച്ചിട്ട് ഇവിടെയാണ് കൊടുന്നത്. മൂപ്പരാളുടെ ഒച്ച മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മുടെ സിംഹവാശാനൊന്ന് എണീറ്റുന്നുണ്ട്. അവിടെ സിംഹത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ബീഫാണ് കൊടുക്കുന്നത്.
വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ നടത്താണ്. എന്താ സൈസ്, നല്ല ഹൈറ്റും ഉണ്ട്, നല്ല സൈസും ഉണ്ട്. ഭയങ്കര ആക്റ്റീവാട്ടോ ഈ കടുവ. ഇതിൻ്റെ ഒരു ഗർജനം നേരത്തെ ഒന്ന് ഗർജിപ്പോൾ അവിടെ പിന്നെ ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞു, എല്ലാവരും എല്ലാം പോയി. പക്ഷേ ഫുഡൊന്നും വല്ലാണ്ട് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവർക്ക് കൂടുതലും കൊടുക്കുന്നത് ബീഫാന്ന് പറഞ്ഞത്. പുലിയുടെ അവസ്ഥയാണ് ഭയങ്കര ശോകം. മൂപ്പരാൾക്ക് തിന്നിട്ട് ബീഫും കൊഴുപ്പൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു, നടക്കാൻ തന്നെ വയ്യ. വയറൊക്കെ എന്ത് വലുതാ. നടക്കുന്നൊരു വീഡിയോ ഉണ്ട് ഇതാ. ഓഹ്, കാട്ടിലെ ഏറ്റവും വേഗതയുള്ള ആളായി പോണ്. പമ്മി വയറൊക്കെ വീർത്തു. ആളുടെ ഇപ്പോഴും കിടപ്പാണ്. ഇവർക്ക് തീരെ വ്യായാമമില്ലല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ ഫുഡ് കഴിക്കുക, കിടക്കുക. അങ്ങനെ തടിച്ചു, വയറൊക്കെ വീർത്തു. ഇതാ ഇവിടെ ഒരു 3 മയിലുകളുണ്ട്. മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പീലി വിടർത്തുന്നു, ഒന്നും തന്നെ ഉണ്ടായില്ല. വെള്ളത്തിലിരുന്നിട്ട് ഒരാൾ നോക്കണ്ടില്ലേ. പണ്ട് 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ അതാണ് പെരുമ്പാമ്പ്. കാണുന്ന പോലെ ഒന്നുമില്ല, നല്ല വലിപ്പമുണ്ട്.
ചില്ലുംകൂട്ടിലാണെങ്കിലും നല്ല ആക്റ്റീവാണ് പാമ്പുകൾ. ഇവിടെ കൂടുതലും ചേര, മൂർഖൻ, ശംഖുവരയൻ അങ്ങനെയുള്ള പാമ്പുകളാണ് കൂടുതലുള്ളത്. പിന്നെ മൂവായിരത്തി പാമ്പുകളാണ് ലോകത്തുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാമ്പുകളിലൊന്നാണ് പെരുമ്പാമ്പ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള നീളമുള്ള പാമ്പാണ് രാജവെമ്പാല. ഏറ്റവും ഭാരമുള്ള വിഷപ്പാമ്പുകളിലൊന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അണലി. അണലി ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അനക്കോണ്ട, ഏറ്റവും നീളവും ഭാരവും കൂടിയ പാമ്പുകളിലൊന്നാണ് അനക്കോണ്ട. പിന്നെ എല്ലാ പാമ്പുകളും പൊതു സ്വഭാവം എല്ലാ മാംസഭുക്കുകളാണ്. ഇവരുടെ പ്രധാന ഭക്ഷണം തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയൊക്കെയാണ്. പിന്നെ ഇവരുടെ പ്രധാന ഗുണങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ മെറ്റബോളിസം വളരെ കുറവായതിനാൽ ഇവർക്ക് ആഹാരമില്ലാതെയും കുറേ കാലം ജീവിക്കാം. ഇവനാണ് മണൽപ്പാമ്പ് അഥവാ മണൽ മൂർഖൻ എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട്. ഇവ കൂടുതലും മണൽ പ്രദേശങ്ങളിലും പാറകളുടെ ഇടയിലാണ് കാണപ്പെടുന്നത്. ഇവ വിഷമില്ലാത്ത പാമ്പുകളാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന പാമ്പുകളിലൊന്നാണ് ചേര. ഇവ മൂർഖനാണെന്ന് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചേരയ്ക്കും വിഷമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചേരയ്ക്ക് 1 മീറ്റർ മുതൽ 2.3 മീറ്റർ വരെ നീളമുണ്ടാവാറുണ്ട്. ചട്ടിയിൽ കിടക്കുന്നത് മൂർഖനാണ്. പാമ്പുകളിൽ തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നാണ് മൂർഖനാണ് ഈ കാണുന്നത്. മണൽപ്പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പാണിത്. ഇതവിടെ കുറേ ആമകളുണ്ട്.
നല്ല അടിപൊളി ആമ, സാധാ ആമയല്ല കേട്ടാ, വേറെന്തോ ആമകളാണ്. പുറന്തോടൊക്കെ നല്ല ഭംഗിയുള്ള ആമകളാണ്. നമ്മുടെ പുലിയുടെ അവസ്ഥയാണ് കാണുന്നത്. പുലി ഉറങ്ങി, വയറ് നോക്കി തടിച്ചിട്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ക്ഷീണത്തിലാണ്, ഉറക്കാണ്. സിംഹവും കടുവയും പുലിയും. മൂപ്പരാളൊന്ന് ജസ്റ്റ് എണീറ്റുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മുള്ളൻപന്നികളൊക്കെ പുറത്തു പോകുന്നുണ്ട് കേട്ടോ. ആനക്കേരളത്തിൽ ഏറ്റവും വലിയ ആന എന്നറിയപ്പെടുന്ന രംഗം. ഇതാണ് ഉണ്ടാക്കുന്ന ഒറിജിനൽ അവരുടെ സ്കിന്ന് കൊണ്ടാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ആനയായിരുന്ന രംഗനാഥൻ എന്നറിയപ്പെടുന്ന ആനയുടെ പ്രതിമയാണത്. ഇവിടെ പലതരം മൃഗങ്ങളുടെ ഒറിജിനൽ സ്കിന്ന് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിമകൾ, പിന്നെ പുള്ളിപ്പുലിയും ഹൈനയുടെയും ശരിക്കും പക്കാ ഒറിജിനലായിട്ട് ഉള്ള പോലെ തന്നെയുണ്ട്. പഴയകാല വഞ്ചികൾ, ബോട്ടുകൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് അമ്പും വില്ലും, പരിച,
അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. കത്തികൾ, പണ്ടത്തെ വാദ്യോപകരണങ്ങൾ, വാളുകൾ, വെട്ടോത്തി മുതലായവ, തോക്കുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പലതരം കത്തികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പഴയ കാലത്തെ തോക്കുകളുണ്ട്. പഴയ രാജാക്കന്മാരുടെ ഡ്രസ്സും തലപ്പാവുമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടികളുമായിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ മ്യൂസിയം, മൃഗശാലയും. ഇത് വാദ്യോപകരണങ്ങളാണ്. വേണ്ട മുഖംമൂടികൾ, പഴയ കാലത്ത് ഉപയോഗിച്ച് പോന്നിരുന്ന പല്ലക്കാണിത്. കഥകളി, മോഹിനിയാട്ടം അങ്ങനെ തുടങ്ങിയ കലാരൂപങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കേരളത്തിലെ തന്നെ തനതായൊരു കലാരൂപം കൂടിയാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചിട്ടാണ് കഥകളി രൂപപ്പെട്ടത്. കഥകളിയിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത തേക്കിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ കാണുന്നത്. ചെങ്ങന്നൂർ രംഗനാഥൻ എന്ന് അറിയപ്പെടുന്ന ആനയുടെ അസ്ഥിക്കൂടമാണ് ഈ കാണുന്നത്. ഇതാണ് ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥിക്കൂടം. ഇതായിരിക്കുന്ന ഒരു മലയണ്ണാൻ.